Hi everyone, good afternoon. I am Sajila Shamir, വിംബിൾ അക്കാദമിയിലെ റെമഡിയൽ കോർഡിനേറ്റർ ആണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകൾ നടത്തിവരുന്നുണ്ട്. സൈക്കോളജി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ എന്നിവയാണ്. കൂടാതെ പഠന പ്രയാസവും പഠന വൈകല്യവുമുള്ള കുട്ടികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നടത്തുന്നു. ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനർമാരുടെ കൂട്ടായ്മയാണ് റെമഡിയേറ്റേഴ്സ് ക്ലബ്ബ്. റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വെബിനാർസ് ആണ് നടത്തുന്നത്. ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ചൈൽഡ് റൈറ്റ്സ്. ഇത് ലീഡ് ചെയ്യുന്നത് മിനി ഭാസ്കർ മാം ആണ്. ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വെബിനാർ കണ്ടക്ട് ചെയ്യാൻ മിനി മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം സ്റ്റാർട്ട് ചെയ്തു. ശരി. വിംബിൾ അക്കാഡമിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തരുന്നതിന് വളരെ നന്നായിട്ട് നന്ദിയുണ്ട്. ആ ഒരു നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പണ്ട് തൊട്ടേ മൂട്ടിൻ ചെയ്യുന്ന, വളരെ പണ്ട് തൊട്ടേ നമ്മൾ ഉയർന്നുയർന്ന് കേൾക്കുന്ന ഒരു സംഭവമാണ്. അവൻ പഠിച്ചാൽ അവൻ നന്നാവും, അവൻ പഠിച്ചാൽ അവന് കൊള്ളാം. വളരെ ഏറ്റവും ഈ റിമോട്ട് ഏരിയാസിൽ പോലും അമ്മൂമ്മമാര് തൊട്ട് അപ്പൂപ്പന്മാര് തൊട്ട് പറയുന്നതാണ്, അവൻ പോയി കളിക്കുന്ന കണ്ടില്ലേ, അവൻ ഇപ്പം മൊബൈലിൽ ഇരുന്നാൽ മതി, പിന്നെ അറിഞ്ഞോളും കുഞ്ഞ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അതിനകത്തു നിന്നാണ് ഈ വിദ്യാഭ്യാസം, എന്താണ് വിദ്യാഭ്യാസം, എന്തിനാണ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസം ഇല്ലാത്തവർ ജീവിക്കുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. വളരെ കുഞ്ഞിലെ പഠിക്കാതിരിക്കുന്നതിന് വഴക്ക് കിട്ടുമ്പോഴെല്ലാം ഞാനും വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, ഇവരെല്ലാം ഇത്രയും കിടന്ന് പറയാൻ എന്തോ അല്ലാത്തവർ ജീവിക്കുന്നില്ലേ. പിന്നെ എന്തിനാണ് ഈ വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്താണ് നേടാനുള്ളത്? വിദ്യാഭ്യാസം കിട്ടി എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ലൈഫ് കൂടുതൽ കുമ്പർസമാവുന്നു, അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലോട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതായിരുന്നു കുഞ്ഞിലെ എൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഈ ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ സമയത്തും നമ്മളെ ഇങ്ങനെ പഠിച്ചാലേ നീ രക്ഷപ്പെടൂ, പഠിച്ചാൽ നന്നായിട്ട് ജീവിക്കാം, കഷ്ടപ്പാടില്ലാതെ ജീവിക്കാം എന്നൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു തന്ന് വരുന്ന കാലം തൊട്ട് എന്താണ് ഈ വിദ്യാഭ്യാസം എന്നുള്ള ഒരവസ്ഥയാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. കുട്ടികളെ എന്തിനാണ് വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത്, എന്താണ് അവർക്ക് കിട്ടുന്ന നേട്ടം? ഇപ്പോഴത്തെ ഫോർ എക്സാമ്പിൾ ഞാനായിട്ട് എടുത്തു പറയുന്ന ഒരു സംഭവമാണ്, ഒരു ബുക്കിൻ്റെ വില, ഒരു പെന്നിൻ്റെ വില, ഒരു പെൻസിലിൻ്റെ വില ഒക്കെ അങ്ങ് അൺകമ്പയറബിളായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, വളരെ കൂടുതലായിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. അപ്പം ഗവൺമെൻറ് എന്നും അന്നും ഇന്നും എന്നും എന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞിട്ട് 1950s തൊട്ടും ഒക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കളിയും ബാക്കിയും ഒക്കെ തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷം തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ വില അറിഞ്ഞവരാണ്. ലോകത്തിൻ്റെ ഏത് കോർണറിലും ഒരു മലയാളിയുണ്ട്. മലയാളിയാണ് ഈ ലോകത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. വെറും ഒരു ഇന്ത്യയോ ഏഷ്യയോ ആഫ്രിക്കയോ ഒന്നും മാത്രമല്ല, എല്ലാ സ്ഥലത്തും മലയാളി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോവുകയും ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ആയിട്ട് ജീവിക്കുന്നവരാണ്, സംസ്കാരം ഏറ്റവും കൂടുതലുള്ളത് മലയാളിക്കാണ് എന്നുള്ള എല്ലാ അഹന്തയോടും കൂടി തന്നെയാണ് എല്ലാ മലയാളികളും ലോകത്തിൻ്റെ പല പാർട്ടിലും പോകുന്നത്. വിദ്യാഭ്യാസം അവനെന്നും ഒരു തൊപ്പിയാണ്, ഒരു അലങ്കാരമാണ്. ഇറ്റ്സ് എ ഫെദർ ഇൻ ഹിസ് ഹെഡ്. അങ്ങനെയാണ് അതിനകത്ത് വരുന്ന ഗോൾഡൻ സ്പൂൺ എന്നൊക്കെ പറയുന്ന കണക്ക് വരുന്ന ഒരവസ്ഥയാണ്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വലിയവനെന്നോ ചെറിയവനെന്നോ ബാക്കിയോ ഒന്നും പണ്ട് തൊട്ടേ, ഇന്നോ ഇന്നലത്തെയോ കഥയല്ല ഞാൻ പറയുന്നത്, വളരെ പണ്ട് തൊട്ടേ, ഫ്രം ദ വെരി ഏൻഷ്യന്റ് കേരള ഇറ്റ് സെൽഫ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പേരൻസിൻ്റെ ബൗണ്ടൻ ഡ്യൂട്ടി ആയിട്ട് പണ്ട് തൊട്ടേ പേരൻസ് അംഗീകരിച്ചു വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തിനാണ് വിദ്യാഭ്യാസം? ജെർമി ബെന്താം എന്ന് പറയുന്ന ഒരു വൻ ചിന്തകൻ ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ ഔട്ട്ലുക്ക് എന്തുവാണ്? അദ്ദേഹത്തിന്റെ ഔട്ട്ലുക്കാണ് ആർട്ടിക്കിൾ 21 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശം ത്തിനകത്ത് എടുത്തു വച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ ഇൻഡിവിജ്വലും, ഓരോ വ്യക്തിക്കും അവൻ്റെ പേഴ്സണാലിറ്റിയുടെ അങ്ങേയറ്റത്തെ എക്സ്റ്റെൻറ്റ്, ഫുള്ളസ്റ്റ് എക്സ്റ്റെൻറ്റിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻബോൺ റൈറ്റ് ഈസ് ദെയർ. ജനിക്കുമ്പം തന്നെ ആ ഒരു നാച്ചുറൽ റൈറ്റുമായിട്ട്, സ്വാഭാവികമായിട്ടുള്ള അവകാശമായിട്ടാണ് ഓരോ കുഞ്ഞും ഈ ഭൂമി കാണുന്നത്. അവന് ഏതൊക്കെ തരത്തിലുള്ള നൈസർഗികമായിട്ടും ഏത് രീതിക്കുമുള്ള കഴിവുകളുണ്ടെങ്കിൽ അത് അതിൻ്റെ വികസനത്തിൻ്റെ പരമോന്നതത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ് നമ്മളെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോയി ചെയ്തു തരുന്ന ഒരു ഹെൽപ്പ്, ഒരു സഹായം. അതിനുവേണ്ടി അന്നും ഇന്നും എന്നും ഗവൺമെൻറ് ഒരു പടി മുകളിൽ നമ്മളുടെ ഒരു മുതുമുത്തച്ഛൻ എന്നുള്ള രീതിക്ക് തന്നെ, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ളതിൽ കവിഞ്ഞ് അതിലും ഉപരിയായിട്ട്, അതിലും കൂടുതൽ റൈറ്റ്സോട് കൂടി നമ്മളുടെ ഫ്രണ്ടിൽ നടക്കുകയാണ്. അതൊന്നും സാധാരണമായ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ഗവൺമെൻറ് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റേഷൻ അരിയോ പച്ചരിയോ ബാക്കി സാധനങ്ങളോ ഒന്നും അല്ല ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ശരിയായ അവസ്ഥ. ഗവൺമെൻറ് ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് പഠിക്കാൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്തു വെക്കുന്നത്. ഒരു സാധാ മനുഷ്യർ നമ്മളുടെ കണ്ണിൽ നോക്കുമ്പം എന്തുവാണ്, ഉച്ചഭക്ഷണം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ബാക്കി. അങ്ങനെയല്ല, ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് ഗവൺമെൻറ് ഇറക്കുന്ന ലക്ഷങ്ങൾക്കും കോടികൾക്കും കണക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വാസ്തവം. അപ്പം ഈ റൈറ്റ് ടു വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നുള്ള ഒരു ആക്ട് വരുന്നത് 2009 ഈ 2009 ഇങ്ങനെ ഒരു ആക്ട് ഏത് ഫോറമാണ് പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ പാർലമെന്റാണ് പാസ്സാക്കിയിരിക്കുന്നത്. അതിനും ഒരു ചരിത്രമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിൽ ഇന്ത്യ ഒരു സിഗ്നേറ്ററി ആയിട്ട് മാറി. അങ്ങനെ സിഗ്നേറ്ററി ആയിട്ട് മാറുമ്പോൾ കമ്മീഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് കൊണ്ടുവരികയും എല്ലാ സംസ്ഥാനത്തും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, നാഷണലിൽ ഒരു ദേശീയ ബാലാവകാശ കമ്മീഷനും പുട്ടപ്പ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് വന്നു. അവിടെ വരുമ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങളിനകത്ത് ഒത്തിരിയും റൈറ്റ്സ് ആണ്, 54 അനുച്ഛേദങ്ങളാണ് അതിനകത്തുള്ളത്. ഏറ്റവും വലിയ റൈറ്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് ജീവിക്കാനുള്ള അവകാശം തന്നെയാണ്. അവിടെ അവൻ്റെ കാര്യങ്ങളിൽ എല്ലാം തന്നെ അവനെ ഇടപെടുത്തി അവൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ്, ഉത്തമമായിട്ടുള്ള അവൻ്റെ ഇത് എന്തുവാണ്, അവൻ്റെ നന്മ എന്തുവാണ് എന്ന് നോക്കി മാത്രമേ തിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അവകാശം അതിനകത്ത് കൊണ്ടുവന്നു. അതിൽ ഇന്ത്യ സിഗ്നേറ്ററി ആയിട്ട് വന്നതിന് ശേഷം ബാലാവകാശ കമ്മീഷൻ നാഷണലിലും ഓരോ സംസ്ഥാനത്തും ഉണ്ടായി വരുമ്പോഴേ തന്നെ മറ്റൊന്നും അതിനകത്ത് അഫോം ചെയ്ത് വരികയാണ്. ഓരോ കുഞ്ഞിനും 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയുള്ള ഓരോ കുട്ടിക്കും, അത് താഴേക്കിടയിലെ ആയിക്കോട്ടെ, മുകളിലേക്കിടയിലെ ആയിക്കോട്ടെ, മിഡിൽ ക്ലാസ്സിലെ ആയിക്കോട്ടെ, അതിനെല്ലാവർക്കും തന്നെ ഒരുമിച്ച് ഇരുന്ന് പഠിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുവാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന, ഞാനിപ്പം പറഞ്ഞില്ലേ, നമ്മളുടെ ഫുള്ളസ്റ്റ് എക്സ്റ്റെൻറ്റ് ഉയർത്താനുള്ള, പേഴ്സണാലിറ്റിയുടെ ഫുള്ളസ്റ്റ് എക്സ്റ്റെൻറ്റ് വരെ വികസിക്കാനുള്ള റൈറ്റ് അനുച്ഛേദം 21 ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. അത് അറ്റൈൻ ചെയ്യണമെങ്കിൽ പോലും ഏറ്റവും വലിയ ടൂള്, ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റ്, ഏറ്റവും വലിയ ഉപകരണം എന്തുവാണ്? എഡ്യൂക്കേഷനാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ അതൊരു ലാക്കുണയാണ്, അതൊരു മൈനസ് പോയിന്റ് ആണ്, അതൊരു ഇല്ലായ്മയാണ്.
ആ എഡ്യൂക്കേഷനിൽ കൂടി തന്നെയാണ് ഈ ഫുള്ളസ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് അവർ ഓൺ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ വികസനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 2002 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന 2002 നമ്മൾ ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്തിട്ട് അനുച്ഛേദം 21 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പുള്ളവരാരും പഠിച്ചിട്ടില്ല എന്നല്ല, അവർക്ക് അന്നേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം KER കേരള എഡ്യൂക്കേഷൻ റൂൾസ് 1958 എന്ന് പറയുന്ന ഒരു റൂൾസ് ഉണ്ടായിരുന്നു. അന്നേ ഇവിടെ കമ്പൽസറിയും ഫ്രീ എഡ്യൂക്കേഷനും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് കേരളത്തിന് അതിനകത്ത് അത്രയും ആ ഒരു ഇതിനകത്ത് റെലിവൻസി ഉണ്ടോ, കേരളത്തിന് അതിനകത്ത് വലിയൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല തന്നെ എന്ന് പണ്ട് തൊട്ടേ ഉറക്കെ പറയും. കാരണം 58 നമുക്ക് വിദ്യാഭ്യാസ റൂള് ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനും മറ്റ് സംഗതികളും ഒക്കെ പണ്ടേ പ്രൊവൈഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ആർട്ടിക്കിൾ 21A 2002 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആക്കി വെക്കുമ്പം അതൊരു മൗലിക അവകാശമായിട്ട് മാറി. പണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ കിടന്നെയാണ്. 51A എന്നുള്ള ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്ത് നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് പിടിച്ചു ഉയർത്തി കൊണ്ടുവന്ന് ആർട്ടിക്കിൾ 21A വെച്ചു എന്ന് പറയുമ്പം ഇപ്പം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ എങ്ങാനും പോയി എനിക്ക് പഠിക്കാൻ ഇന്ന സ്കൂളുകാർ എന്നെ അവിടെ കയറ്റുന്നില്ല, പഠിക്കാൻ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കോടതി പറയും അഡ്മിഷൻ കൊടുത്തേ പറ്റൂ. കാരണം ഇന്ന ആക്ട് ഇവിടെ ഇന്ത്യയിൽ പ്രാബല്യത്തിലുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ പ്രാബല്യത്തിലുണ്ട്. അതുകൊണ്ട് അത് ആ കുട്ടിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണ് പഠിക്കാനുള്ള റൈറ്റ്. അങ്ങനെ അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ്. ഈ ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാണ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ 6 വയസ്സിൽ കൊണ്ടുവന്ന് ചേർത്താൽ അവിടെ ഫ്രീ എഡ്യൂക്കേഷനാണ്, അവിടെ കമ്പൽസറി എഡ്യൂക്കേഷനാണ്. ഒരു കുട്ടി പോലും പഠിക്കാതെ പോകരുത്. അക്ഷരജ്ഞാനം പണ്ട് തൊട്ടേ ഒരു ബേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഭാരതം എപ്പോഴും ദേവതമാരുടെയും വിദ്യാദേവതയുടെയും ഒക്കെ നാടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ടത്തെ അല്ല, ഇപ്പോഴും ചില വിശ്വാസം അങ്ങനെ തന്നെയാണ്. അതിൽ ഉപരിയായിട്ട് ഭാരതാംബയുടെ ഭരണഘടനയിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ ഒരു പടി, ഒരു സ്ഥാനം തന്നെയാണ് നമ്മൾ എത്തിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വെറും കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന ഒരു കുഞ്ഞ്, ആ കുട്ടിക്ക് ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചിന്തനീയമാണ്. പറ്റൂല. കാരണം എന്ന് വെച്ചാൽ അവന് കിട്ടുന്ന അന്നത്തെ വയറ്, അവൻ്റെ ഭക്ഷണം കഴിഞ്ഞു പോകാനുള്ളത് മാത്രം കിട്ടുമ്പോൾ ഈ കുട്ടികളെ എങ്ങനെയാണ് വൻ സ്കൂളിൽ ക്യാപിറ്റേഷൻ കൊടുത്ത് വിടുക? ക്യാപിറ്റേഷൻ ഇല്ലയോ, സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാത്ത ഇഷ്ടംപോലെ കേസസ് നമ്മൾ കാണുന്നുണ്ട് പ്രൈവറ്റ് സ്കൂൾസിൽ. അതുകൊണ്ടാണ് സ്റ്റേറ്റ് നിങ്ങളുടെ സഹായത്തിനായിട്ട് വന്നിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ട് ഇന്ത്യൻ പാർലമെന്റ് തന്നെ ഇനാക്ട് ചെയ്ത് പാസ്സാക്കി എടുത്തത്. അത് പ്രതിഭ പാട്ടേൽ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ കാലഘട്ടത്തിലാണ് അത് പാസ്സായത്. 2010 ഏപ്രിൽ 1 അത് നിലവിൽ വന്നത്. ഇത്രയും നിലവിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അടുത്ത വീട്ടിലെ കുട്ടി, അവരുടെ കുട്ടിക്ക് ജീവിപ്പിക്കാൻ പറ്റുന്ന മാർഗമില്ല, പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് നീ സ്കൂളിൽ പോണ്ട എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയാൽ അടുത്ത വീട്ടിലെ ആൾക്ക് ഉടനെ ഒരു പെറ്റീഷൻ ബാലാവകാശ കമ്മീഷനിലോ എവിടെയെങ്കിലും എഴുതി കൊടുത്താൽ മതി. അന്നേരം തന്നെ പോലീസ് വന്ന് നോക്കി, ഈ കുഞ്ഞിനെ പഠിപ്പിക്കാതെ നിർത്താൻ അച്ഛനും അമ്മയാണെങ്കിലും കുട്ടി ആരുടെയാണ്? സ്റ്റേറ്റിൻ്റെയാണ്. കുട്ടി നാഷണലിൻ്റെയാണ്. നാഷണൽ അസറ്റാണ് ഓരോ കുട്ടിയും. അതുകൊണ്ട് തന്നെ അതിന് ഫ്രീ ആൻഡ് കമ്പൽസറി എന്ന് വെച്ചാൽ നിർബന്ധിതമായിട്ട് അതിനെ പഠിപ്പിച്ചിരിക്കണം. മറ്റൊന്നും തന്നെ അതിനകത്ത് നോക്കാൻ അവസ്ഥയില്ല. ഓരോ കുട്ടിക്കും പഠിക്കുക എന്നുള്ള പഠിക്കുവാനുള്ള അവകാശം എന്ന് പറയുമ്പം തന്നെ അവനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ.
വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളത് അവൻ്റെ ഒരു ഓബ്ലിഗേഷനും കൂടാണ്, ഒരു ചുമതലയും കൂടാണ്. പേരൻസിനായാലും സ്റ്റേറ്റിനായാലും ലോക്കൽ ബോഡീസിനായാലും അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഒരു കുഞ്ഞിൻ്റെ റൈറ്റോളം വളർന്നു നിൽക്കുന്ന ചുമതല തന്നെയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പം ഈ 14 വയസ്സ് വരെയും അവന് ടെക്സ്റ്റ് ബുക്ക്, ഫുഡ്, മറ്റേ അവന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും കൊടുക്കുവാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥരാണ്. സ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ലോക്കൽ ബോഡീസ് എന്ന് വെച്ചാൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെയൊക്കെയുള്ള ഓരോ ബോഡീസ് അത് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഒരു 3-4-5 വർഷങ്ങൾക്ക് മുമ്പ് ശിവൻകുട്ടി മിനിസ്റ്ററിന് ഒരു കുഞ്ഞ് കത്തെഴുതി. എന്താണ്, മുട്ടയില്ലെന്നോ പാലില്ലെന്നോ പറഞ്ഞിട്ട്. അപ്പം തന്നെ മിനിസ്റ്റർ ഓടിപ്പോയി അവരുടെ സ്കൂളിൽ മുട്ടയും പാലും ഒക്കെ കൊടുക്കുവാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കി എന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വളരെ രസകരമായ സംഭവങ്ങളാണ് അതിനകത്തൊക്കെ വരുന്നത്. അപ്പം ഇതിനകത്തൊക്കെ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ പഠിക്കാനൊരു മനസ്സ് ഓരോ കുട്ടിക്കും ഈ തൊട്ട് ഏത് ഭാഷയാണ് അവൻ്റെ ഭാഷ, അതിലും ഉപരിയായിട്ട് ഇംഗ്ലീഷ് ഭാഷ, വേറെ വല്ല ഭാഷയിൽ അവന് ഇഷ്ടമുണ്ടെങ്കിൽ അതും പഠിപ്പിക്കുക. ബാക്കി ബേസിക്സ് എല്ലാം പഠിപ്പിച്ചതിന് ശേഷം സ്റ്റേറ്റ് 14 ഇയേഴ്സിൽ സെറ്റ് ഫ്രീ ആക്കി വിടുകയാണ്. ഇനി ഹയർ എഡ്യൂക്കേഷനാണ്, ഇഫ് യു വാണ്ട്, നിങ്ങൾക്കതാണ് ഇഷ്ടമെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ ഹസാഡസ് ഇൻഡസ്ട്രീസിലൊന്നും പോകാതെ മറ്റ് ജോലികൾ ചെയ്ത് ജീവിച്ചോളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ ആക്റ്റുകളും, ബാക്കി എല്ലാ നിയമവും, ബാക്കി എല്ലായിടവും കുട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്ന, കുട്ടിയുടെ നിർവചനത്തിൽ 18 ഇയേഴ്സ് വരെ വരും. പോക്സോ ആക്ട് ആയാലും JJ ആക്ട് ആയാലും മറ്റേ ഏത് കുട്ടിയായിട്ട് ഇന്ത്യൻ മജോറിറ്റി ആക്ട് ആയാലും ഏത് സിറ്റുവേഷൻ എടുത്താലും അതിനകത്തെല്ലാം 18 ഇയേഴ്സ് ആണ്. ബട്ട് ഫോർ ഏതാ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം 14 ഇയേഴ്സ് വരെ പ്രൊവൈഡ് ചെയ്യാൻ മാത്രമേ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മാത്രമേ സ്റ്റേറ്റിന് ഡ്യൂട്ടി ഉള്ളൂ. അത് എല്ലായ്പ്പോഴും തന്നെ ചെയ്തിരിക്കും. അതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു ഇത്. പിന്നെ എഗെയിൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഭവം ഏതിനകത്താണ് കിടക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 3 ലിസ്റ്റും ബാക്കിയൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് അറിയേണ്ട കഥയില്ല. പക്ഷെ ഒന്നറിയണം, ഏതാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സെൻട്രലിനും കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരേപോലെ തന്നെ അധികാരമുള്ള സംഭവമാണ്, ചുമതലയുള്ള സംഭവമാണ്. അതിനെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സംഭവം എന്ന് പറയും. അങ്ങനെയാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ 51 എന്ന് 51A എന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ 42nd അമെൻഡ്മെന്റ് മുഖാന്തരം കൊണ്ടുവരുന്നത്. അവിടം തൊട്ടാണ് ശരിക്കും കൊണ്ടുവന്നിട്ട് പിന്നെ ഈ സ്റ്റാറ്റസ് മാറ്റി മൗലിക അവകാശത്തിലോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ വന്നത്. ഇതിനകത്ത് വേറൊരു സംഭവം നമ്മൾ പറയാം. കുട്ടിയെ എവിടെ പഠിപ്പിക്കണമെന്നാണ്. ഇപ്പം കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ മഹാരാഷ്ട്രയിൽ അഡ്മിഷൻ കൊടുത്തിട്ട് കഥയുണ്ടോ? ഇല്ല. ഇപ്പം കൊല്ലം സ്വദേശമായുള്ള ഒരു കൊച്ചിന് അതിൻ്റെ വീട്ടിൻ്റെ അടുത്ത് സമീപ പ്രദേശത്തുള്ള ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുവാനുള്ള റൈറ്റ് ഉണ്ട്, പഠിക്കുവാനുള്ള അവകാശമുണ്ട്. അല്ലാതെ ഒത്തിരിയും ദൂരം കൊണ്ടുപോയി പഠിപ്പിച്ചാൽ ഈ കൊച്ചു കുട്ടികളായിരിക്കുമ്പം പല നാനാമുഖങ്ങളായ വികസനത്തിൻ്റെ അവസ്ഥയുണ്ട്. മാനസിക വികസനം മാത്രമല്ല, ശാരീരിക വികസനം മാത്രമല്ല, സ്പിരിച്വലി പല പല രീതിക്കുള്ള വികസനം പിന്നെ ഊന്നിക്കൊണ്ടാണ് ഒരു കുട്ടിയെ ഇന്ന സ്ഥലത്ത് പഠിപ്പിക്കണം എന്ന് പറയുന്നത്. 1 ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ 1 കിലോമീറ്ററിനടുത്തുള്ള സ്കൂളിൽ കുട്ടിയുടെ വീട്, കുട്ടി താമസിക്കുന്ന സ്ഥലത്തിന്, വീടെന്ന് പറയുമ്പോൾ ഇപ്പം സ്വന്തം വീട് വേണമെന്നോ ബാക്കിയൊന്നും ഇല്ല, കുട്ടി താമസിക്കുന്ന സ്ഥലത്തിന് 1 കിലോമീറ്ററിനടുത്ത് അകത്തുള്ള ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള അവകാശം ആ കുഞ്ഞിനുണ്ട്, ആ കുഞ്ഞിൻ്റെ പേരൻസിനുണ്ട്. ആ കുഞ്ഞിന് കൊച്ചുകുട്ടിയായതുകൊണ്ട് തന്നെ അതിനെങ്ങും പോയി മൂട്ടിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് അതിന് കാസ്റ്റോ
ക്രീഡോ അതിൻ്റെ വയ്യായ്മയോ മറ്റ് സംഗതികളോ ഒന്നും പറഞ്ഞിട്ട് അതിന് അഡ്മിഷൻ നിഷേധിക്കാൻ ഒരു അതോറിറ്റീസിനും, സംസ്ഥാന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ ലോക്കൽ അതോറിറ്റീസിനോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിനോ ഒന്നും തന്നെ പറ്റത്തില്ല. കാരണം കുട്ടി അവിടെ പഠിച്ചേ പറ്റൂ. നിങ്ങളിപ്പോൾ ഒരു സെൻട്രൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ അറിയാൻ പറ്റുന്ന ഒരു പ്രിസ്റ്റൈൻ പ്രൊവിഷൻ ഉണ്ട്. ഭയങ്കര സുഖമുള്ള ഒരു സംഭവമാണ്. കാരണം ബാക്കി എല്ലാ രീതിക്കും സെൻട്രൽ സ്കൂളിലെ എൻട്രൻസ് എഴുതി കുഞ്ഞിനെ അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് നല്ല പാടുള്ള ഒരു സംഭവമാണ്. അതിനുവേണ്ടി ശ്രമിച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണത്. പക്ഷേ ഈ സ്കൂൾ ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ, തിരുവനന്തപുരത്ത് പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ അതിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന എല്ലാവർക്കും അവിടെ റിസർവേഷൻ വരുവാണ്. ഇത്ര % റിസർവേഷൻ അതിനകത്ത് വരും. അതേപോലെ അത് തന്നെയാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഒരു 1 to 5th അല്ലെങ്കിൽ 7th എന്ന് പറയുന്ന 1 കിലോമീറ്ററിനകത്താണ്. അത് കഴിഞ്ഞിട്ട് 7 to ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ അത് 3 കിലോമീറ്റേഴ്സിനകത്തുള്ള ഒരു സ്കൂളിൽ, എന്നുവെച്ചാൽ മറ്റൊന്നുമല്ല, സബ്ജക്ട്സ് മാറും. പിന്നെ ചിലപ്പം ഇപ്പോഴതൊക്കെ മാറി വരികയാണെങ്കിലും പണ്ട് ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും എന്നൊക്കെ പറഞ്ഞിട്ടും ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറ്റി ജെൻഡർ ന്യൂട്രലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്കൂളും. കാരണം സമൂഹത്തിന്റെ വികസനം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം പണ്ട് ഗേൾസ് സ്കൂളിൽ പഠിച്ചാലേ കുട്ടി നന്നാവത്തുള്ളൂ, മറ്റേ പിന്നെ പയ്യന്മാരുടെ അടിയോ ഇടിയോ ശല്യപ്പെടുത്തലോ ഒന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് പെൺപിള്ളേരെ കൊണ്ടുപോയി ഗേൾസ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് കഴിയുമ്പം +1 അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചു വരുന്ന കുട്ടികൾക്ക് ആണുങ്ങളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ മിങ്കിൾ ചെയ്യണം, അതിനൊരു ഷൈ നേച്ചർ അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇങ്ങനെയുള്ളതെല്ലാം നമ്മളുടെ സൈക്കോളജിസ്റ്റുകളും ബാക്കികളും ഒക്കെ കണ്ട് പിടിച്ചു. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ചിന്തകന്മാർ അത് കണ്ടുപിടിച്ചിട്ട് ഇനി അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. പണ്ടത്തെ ഒരു 10 വർഷത്തിന് മുമ്പുള്ള അല്ല, അല്ലെങ്കിൽ ഒരു 20 വർഷത്തിന് മുമ്പുള്ള മിംഗ്ലിംഗ് അല്ല ഇപ്പോഴത്തെ മിംഗ്ലിംഗ്. അപ്പം ഈ ആണ് പെണ്ണ് അല്ലെങ്കിൽ മറ്റൊരു ജെൻഡർ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിപ്പെട്ട് ഒരു കുട്ടിയെ വാർത്തെടുക്കേണ്ട ഒരു പിന്നെ സ്റ്റേറ്റ് അല്ല അല്ലെങ്കിൽ സമൂഹമല്ല നമ്മുടെ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അവൻ ജനിച്ച് ഒരു 3.5, 4 അല്ലെങ്കിൽ 5, 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെയും അവൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സമീപ പ്രദേശത്തെ ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അവരുമായിട്ട് ഉൾച്ചേർന്ന് സഹകരിച്ച് അവൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാനുള്ള ഒരു റൈറ്റാണ് അതിനകത്ത് ഷാർപ്പായിട്ടും പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ പലപ്പോഴും വരുന്ന ഒരു സിറ്റുവേഷനാണ് സ്കൂളുകളിൽ. നമ്മൾ പണ്ടും ഇപ്പോഴും എപ്പോഴും തന്നെ ഒരു സ്കൂളിൽ ചിലപ്പം വയ്യാത്ത പിന്നെ കാലും കയ്യും ഒക്കെ പോളിയോ വന്നതോ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച കുറവുള്ളതോ അല്ലെങ്കിൽ ചെവി കേൾക്കാൻ വയ്യാത്തതോ ഒക്കെയായ കുട്ടികൾ കാണും. അവരെയും അങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൽ നിന്നും അഡ്മിഷൻ കൊടുക്കാൻ പറ്റാതെ അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഷാർപ്പായിട്ട് പറഞ്ഞു തരികയാണ്, പ്രൊവിഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് എവിടെയാണ് അതിനകത്തുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്? റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അതിനകത്ത് ഷാർപ്പായിട്ട് ശരിക്കും എക്സ്പ്രസ് പ്രൊവിഷൻസ് ആർ ദെയർ, വ്യക്തമായ പ്രൊവിഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുക, വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികളെ എല്ലാ സ്കൂളുകാരും എടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അങ്ങനെ ഒരു ഡിഫക്റ്റ് കൊണ്ട് അവനെ അഡ്മിഷൻ കൊടുക്കാതിരിക്കേണ്ട അവസ്ഥയില്ല. അതിന് പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ് കോയിൻ ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. എന്താണ് ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ്. ഈ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉള്ള കുട്ടികൾ ഒന്നല്ലെങ്കിൽ 2, 3 ഗ്രേഡ് ഓർഡിനറി പീപ്പിളിൽ നിന്നും മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ പിന്തിരിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകും തോറും അവൻ്റെ പേഴ്സണാലിറ്റിക്ക് ഡിമിനിഷിങ് ആണ്, അത് പിന്നോട്ട് പോവുകയാണ്, അതിൻ്റെ വളർച്ച മുരട്ടിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരെ കൊണ്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അവരെ കൊണ്ട് ഒക്കുന്ന രീതിക്ക് അവർ പഠിച്ചിട്ട് അവരെ കൊണ്ട് ആകുന്നത് ചെയ്യട്ടെ എന്നുള്ള ഒരു
രീതി തന്നെയാണ്. അങ്ങനെ എനിക്കിപ്പം ഡിഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പഠിക്കണ്ട, അല്ലെങ്കിൽ നിന്റെ കുട്ടി അവിടെ പഠിക്കണ്ട, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട് ഇത് പറയുമ്പോൾ. ഓർക്കുന്നുണ്ടോ? എയ്ഡ്സിന്റെ കാലഘട്ടത്തിൽ എയ്ഡ്സ് കേരളത്തിൽ ഇങ്ങനെ ഉയർന്നു പൊങ്ങി കേൾക്കുന്ന ഒരു സമയത്ത് എയ്ഡ്സ് രോഗികളുടെ കുട്ടികളെ സ്കൂളിൽ ചേർത്താൽ ഞങ്ങളുടെ കുട്ടികൾക്ക് ടി.സി മേടിച്ച് ഞങ്ങൾ പോകും എന്നും പറഞ്ഞ് പത്രങ്ങളിലെല്ലാം ഷാർപ്പായിട്ട് എഴുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ അന്ന് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇല്ല. അന്ന് അതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ എക്കകത്ത് കിടക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കേരള ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും പോയി ഞാനൊരു എയ്ഡ്സ് പേഷ്യൻ്റ് ആണ്, പക്ഷെ എൻ്റെ കുട്ടിക്ക് പഠിക്കാനുള്ള റൈറ്റ് പിന്നെ സ്കൂൾ അതോറിറ്റീസ് നിഷേധിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ടുപോയാൽ അന്ന് ജഡ്ജസ് എല്ലാം കൂടി ഇരുന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കൂളിലെ പിള്ളേരെല്ലാം കൂട്ടത്തോടുകൂടി ടി.സി എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ആ സ്കൂളിന് എന്തുണ്ട്? അതിലും ബെറ്റർ ഒരു കുട്ടി പഠിക്കാതിരിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്താഗതി അന്ന് വരുത്താൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതായി കിടക്കുന്ന സമയമാണ്. അതേസമയം അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഇൻസ്റ്റൻസസ് നമ്മൾ പത്രത്തിൽ കൂടെയും ബാക്കി കൂടെയും കണ്ടതിൻ്റെയൊക്കെ ശരിയായ 10% റിസൾട്ട് ഉൾക്കൊണ്ട് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്ന് പറയുന്നത്. അതിനകത്ത് ഷാർപ്പായിട്ട് പറയുന്നുണ്ട് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. ഫോർ എക്സാമ്പിൾ, ഈ ഡിഫക്ട്സ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയുമ്പോൾ ആർക്കും വേദനിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സംഭവത്തിനോ അല്ല, നിങ്ങളെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. ആ കുട്ടികൾക്ക് എന്തെങ്കിലും മൈനസ് പോയിന്റ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു IQ കുറവോ മറ്റു സംഗതികളോ ഉണ്ടെങ്കിൽ നോർമൽ കുട്ടികളെ കണ്ടു വളരുമ്പോൾ അവൻ്റെ കുറച്ചധികം പാടുകളും ബാക്കികളും ഒക്കെ അങ്ങ് മാറിപ്പോകും. ആ ഒരു ഡെവലപ്മെന്റ് അങ്ങനെ വരട്ടെ. വീട്ടിൽ ഒരു 4 കോർണേഴ്സിനകത്ത് കിടക്കുമ്പം ഫോർ എക്സാമ്പിൾ ബ്രഷ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രസ്സ് എങ്ങനെ നേരെ ചെയ്യണം, എങ്ങനെ മുടി നേരെ മാടി ഒതുക്കി വെക്കാൻ പറ്റും, പ്രസന്റബിൾ ആയിട്ട് ഒരു ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെയുള്ള സംഗതികളൊന്നും പണ്ട് പിന്നെ വിദ്യാഭ്യാസ ചിന്തകന്മാർ നോക്കിയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അങ്ങോട്ട് ചിന്തിച്ച് അത് ഉറപ്പിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ വില്ല്, രാഷ്ട്രീയത്തിന് പവർ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനല്ല. വോട്ട് കിട്ടണമെങ്കിൽ എല്ലാവരെയും നമ്മൾ സമമായ കണ്ണോടുകൂടി തന്നെ നോക്കുകയും വേണം. ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, ആരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാനോ ഉള്ള ഒരു സമൂഹം അല്ല ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എല്ലാ ആൾക്കാർക്കും മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലുള്ള ഡിഫക്ട്സ് ഉള്ള കുട്ടികളെ ആയാലും അടുത്തുള്ള പിന്നെ അടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ എടുക്കാം. അവന് ആ കുട്ടിക്ക് അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലെങ്കിൽ ടീച്ചേഴ്സ് വീട്ടിലോട്ട് വരട്ടെ എന്നാണ് പറയുന്നത്. അതിൽ പരം സ്നേഹം പിന്നെ എന്തുണ്ട്? വീട്ടിൽ പോയി അവന് വേണ്ടുന്ന ബുക്സും ബാക്കിയും ഒക്കെ കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ക്ലാസ് ടീച്ചറും അവിടുത്തെ ആരെങ്കിലുമായിട്ട് പോയി കണ്ട് ഇവന് എത്രത്തോളം ഡെവലപ്മെന്റ് വന്നു എന്ന് അസസ് ചെയ്യാൻ വരെ ഉള്ള അവസ്ഥ ഇപ്പോഴത്തെ ആക്ടിലും റൂൾസിലും പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേസമയം പണ്ട് ഡിഫക്റ്റീവായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് അച്ഛൻ്റെയും അമ്മയുടെയും ചുമട് മാത്രമായിട്ട് മാറുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്തെല്ലാം പ്രൊവിഷൻസ് ആണ് ഈ സോഷ്യൽ വെൽഫെയർ സ്റ്റേറ്റ്, സാമൂഹ്യ നീതി അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമം ഉന്നമനം വെച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് ചെയ്യുന്നത്. അവർക്ക് മരുന്ന്, അവർക്ക് ഇത്ര തുക, വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് ഇത്ര തുക, അവർക്ക് ഇന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഞങ്ങൾക്കും സഹപാഠികളെ ഒരു ദിവസം കാണണം, ഞാൻ ആ ക്ലാസ്സിൽ പോയിട്ട് എത്ര ദിവസമായി, എൻ്റെ കൂടെ പഠിക്കുന്നവർ ആരൊക്കെയാണ്, അങ്ങനെ പോയിട്ട് ആ ഫ്രണ്ട്സിനെ കണ്ടതിന് ശേഷം അവരുമായിട്ട് ആരും പറഞ്ഞുള്ള ഒരു അവസ്ഥയൊന്നുമല്ല. ടീച്ചേഴ്സ് ഉദ്ധരണിക്കുകയോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് നോക്കൂ, ഇന്ന കുട്ടി ഇങ്ങനെയാണ് നടക്കുന്നത്, നീ ഇങ്ങനെയല്ല നടക്കുന്നത്, അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഈ കുഞ്ഞിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്, മാനസിക നില നോക്ക്. എൻ്റെ ഫ്രണ്ട് വളരെ നന്നായിട്ട് പൊട്ടു വെച്ചിരിക്കുന്നു, വളരെ നല്ല ആയിട്ട് നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്നു, എനിക്ക് പക്ഷേ എൻ്റെ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് നേരെ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വീട്ടിൽ വന്ന് പറയും, അമ്മ ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ, അമ്മയ്ക്കതൊന്ന് നേരെ ചെയ്തു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ
ടീച്ചർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ എൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് ഞാൻ ഷാർപ്പായിട്ട് പറഞ്ഞു തരുന്ന ഒരു അവസ്ഥയുണ്ട്. അന്നത്തെ പിന്നെ ഞാൻ 1ാം ക്ലാസ്സിൽ ചേരാൻ പോകുന്ന ദിവസം എൻ്റെ ഫാദറും മദറും കൂടെ ഒരു കല്യാണത്തിന് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് HMൻ്റെ അടുക്കെ ഹെഡ് മാസ്റ്ററിൻ്റെ റൂമിൽ ചെന്ന് ഈ സ്കൂളിൽ ചേർന്നതാണ് എന്നും പറഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കുന്ന അവസ്ഥ. ഞാനൊരു ഹാൻഡിക്യാപ്ഡാണ്, പക്ഷെ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് നമുക്കറിയത്തില്ലല്ലോ കൊച്ചിലെ. അതുകൊണ്ട് അങ്ങനെ ഒരു അപകർഷതാബോധത്തോടു കൂടി വളർത്തിയിട്ടില്ല, ഇല്ലായിരുന്നു താനും. അപകർഷതാബോധം ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല താനും. ആ അവസ്ഥയിൽ നിന്ന് പിന്നെയും ഞാൻ എടുത്തു പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്. എൻ്റെ തന്നെ ഒരു റിലേറ്റീവ് ആ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ആയിരുന്നപ്പം ഏതോ ഒരു കളിയുടെ അടിയുടെ ഇടയ്ക്ക് ആ കുട്ടി എൻ്റെ മനോവീര്യം തകർക്കാൻ വേണ്ടി മുടന്തി വല്യമ്മയെന്ന് വിളിച്ചു. അപ്പം എനിക്ക് തോന്നുന്നതും തങ്കമണി എന്നാണ് ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേരെന്നാണ്. അപ്പം ടീച്ചർ ഉടനെ പറഞ്ഞു അതിന് മോള് മുടന്തി അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 2 ഡ്രോപ്പ് ഓഫ് കണ്ണുനീര് വരുന്ന ആ ഒരു ഇത്. അന്ന് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനോ മറ്റു ആക്ടുകളോ ബാക്കിയോ ഒന്നുമില്ല. പക്ഷെ മനുഷ്യ മനസ്സിന്റെ വലിപ്പം അതാണ്. അന്നത്തെ ആ ഒരു ക്ലാസ് ടീച്ചർ ഗുരു എന്ന് പറയുന്ന കൺസെപ്റ്റില് അമ്മയുടെയും അച്ഛന്റെയും ഷൂസിലാണ് ഗുരു കയറി നിൽക്കുന്നത്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും എല്ലാം ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ ടീച്ചേഴ്സും പ്രഥമ അധ്യാപകരും ഒക്കെ തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു ബലത്തിലാണ് ഞാൻ ഇപ്പോഴും നിങ്ങളെ ഫേസ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിലും പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു. അതാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ അങ്ങേയറ്റത്തെ പ്രതിഫലനം. മനസ്സിലായോ? ഈ ഒരു ഉൾച്ചേർന്ന വിദ്യാഭ്യാസം കാലിന് വയ്യ അല്ലെങ്കിൽ കൈക്ക് വയ്യ എന്നും പറഞ്ഞ അന്ന് എനിക്ക് അഡ്മിഷൻ നിഷേധിച്ച ഒരു ഹെഡ് മാസ്റ്റർ ആണോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പഠിപ്പിക്കാനായിട്ട് ഒരു മിനി ഭാസ്കർ ഉണ്ടാവത്തില്ലായിരുന്നു. അവിടെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ സത്ത എവിടം വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന അവിടം വരെ ആണ്. കാരണം നന്നായിട്ട് ഒരു ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ അവർക്ക് ജീവിതത്തിന്റെ നാനാ തുറകളിൽ ഓടി നടന്ന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു പ്രൊവിഷൻ കിട്ടുകയാണ്, ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗവൺമെന്റ്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴത്. ഒത്തിരിയും വ്യത്യാസങ്ങളും മറ്റു സംഗതികളും ഒക്കെ വന്നിട്ടുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ആസ്പെക്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനകത്തും അതേപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസിന്റെ ഡ്യൂട്ടീസിനകത്തും ഒക്കെ എടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ കാലത്ത് സർക്കാർ സ്കൂളുകളിൽ സ്കൂള് പ്രവേശനോത്സവം കഴിഞ്ഞ് ഏകദേശം 2 മാസത്തിനകത്ത് DCPOയും മറ്റ് കൗൺസിലേഴ്സും ഒക്കെ കൗൺസിലേഴ്സ് ഉള്ള സ്കൂളുകളിൽ അങ്ങനെ, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കൗൺസിലർ വന്ന് കുട്ടികളുടെ ഡിഫക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലോക്കൽ അതോറിറ്റീസിനോട് ചോദിച്ചിട്ട് പല പല രീതിക്കുള്ള റിസർവേഷൻസും മറ്റു സംഗതികളും എന്നുവെച്ചാൽ എഡ്യൂക്കേഷണൽ ടൂൾസ് വെറുതെ കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഇത്ര % മാർക്ക് മതി അവർക്കെന്ന് കൊടുക്കുന്നു, അവർക്ക് പഠിക്കുവാൻ വേണ്ടി കുറച്ച് കാശ് ഗ്രാൻഡ് ഗവൺമെന്റ് പേരൻസിന് കൊടുക്കുന്നു. ഇങ്ങനെ പല 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 രീതിക്കുള്ള കെട്ടിപ്പിടുത്തം ഗവൺമെന്റ് നടത്തുന്നുണ്ട്. നമ്മളെ അങ്ങേയറ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗവൺമെന്റ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ രംഗത്ത് എവിടെ പോയി നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി അവസ്ഥയാണ്. അതിനകത്ത് 1 or 2 ഇൻസ്റ്റൻസസ് അല്ലാതെ വന്നിരിക്കാം. അത് പക്ഷെ ആരുടെയും മനഃപൂർവമായ ഒരു പ്രോബ്ലം ഒന്നും ആയിരിക്കത്തില്ല. ഓരോ ആൾക്കാരുടെയും ഒരു ബ്രോട്ടപ്പ് ഉണ്ടല്ലോ, അതിന്റെ ഭാഗവും മറ്റ് സംഗതികളോ ആയിരിക്കാം. എങ്കിൽ കൂടിയും ജനറലി ശരിക്കും പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട് എന്ന് പറയുന്നത് നമുക്ക് അങ്ങേയറ്റം കുട്ടികളെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു ആക്ടാണ്. അങ്ങനെ കൊണ്ടുവരുന്ന ഓരോ സിറ്റുവേഷൻസിലും കുട്ടികൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഓരോന്നും ചെയ്തെടുക്കുന്നത് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ആ സിറ്റുവേഷനിൽ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് പോലും ഇല്ലായ്മ അല്ലെങ്കിൽ എന്താണ് കാസ്റ്റ് ആയാലും സോഷ്യൽ ആയാലും കൾച്ചറൽ ഡിഫറൻസ് എന്നുള്ളത് മാറ്റിവെക്കപ്പെട്ടോണ്ടാണ് അവർ ഈ സ്കൂളിൽ ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം നടത്തുന്നത്. പിന്നെ പേരൻസിനായാലും ഈ ആക്ടിന്റെ സെക്ഷൻ 10 വെച്ചിട്ട് പേരൻസിനായാലും മോറൽ ഡ്യൂട്ടി അങ്ങോട്ട് കൊടുക്കുകയാണ് സ്റ്റേറ്റ്. പിള്ളേരെ പഠിപ്പിച്ചേ പറ്റൂ, പിള്ളേരെ വീട്ടിലിരുത്തി പണി ചെയ്യിക്കോ. ചൈൽഡ് ലേബർ അബോളിഷൻ ആക്ട് ഉണ്ട്, ഒരു കുട്ടിയെയും വേലപ്പണി ചെയ്യിക്കാൻ പാടില്ല എന്നുള്ള ആക്ട് ഉണ്ട്.
പണ്ട് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ചായക്കടയിൽ കയറി ഒരു ചായക്കോ അല്ലെങ്കിൽ ഒരു പ്രാതൽ കഴിക്കാനോ ലഞ്ച് കഴിക്കാനോ കയറി കഴിഞ്ഞാൽ മനസ്സ് മടുക്കുന്ന രീതിക്ക് വളരെ കുഞ്ഞൊരു പയ്യൻ വന്ന് ആ പിന്നെ മേശ വൃത്തിയാക്കുന്നതും പിന്നെ ബാക്കികൾ കൊണ്ടുവരുന്നതും ഒക്കെ കാണാമായിരുന്നു. ഏതായാലും ഏതോ ഗവൺമെന്റിന്റെ ഏതോ ഒരു പൊളിറ്റീഷ്യൻ ആ ഒരു പോളിസി എടുത്തു വെച്ചതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു മനസ്സ് മടുത്ത് ഒരു ഫുഡ് ഒരു പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കേണ്ടി വരുന്നില്ല. നിങ്ങളെല്ലാവരും ഓർത്താൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം പണ്ട് കൊച്ചു കുഞ്ഞ് പയ്യന്മാര് നിക്കർ പോലും നേരെ ഇടാൻ അറിഞ്ഞൂടാത്ത പിള്ളേര് വന്ന് ഈ മേശ തുടയ്ക്കുകയും മറ്റ് സംഗതികൾ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ ഒരു വിഷമം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. പക്ഷെ ചിലർക്ക് അതൊരു തിരിച്ചുള്ള ഒരു അവസ്ഥ എടുക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമുക്കങ്ങനെ തോന്നാൻ പറ്റൂല. കാരണം നമ്മളുടെ വീട്ടിലെ കുട്ടി തന്നെയാണ് അടുത്ത വീട്ടിലെ കുട്ടിയും എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ വലിയ കൺസെപ്റ്റായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ നോക്കൂ, ട്രീറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് എല്ലാ ഇതിലും. ഏത് മതമായാലും ഏത് ബാക്കിയിലായാലും പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങള് പിന്നെ ഗ്ലാസ്സുമായിട്ടും ചായയായിട്ടും പ്രാതലുമായിട്ടും നമ്മുടെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഏത് വിശന്ന വയറോടുകൂടി കയറിയാലും ഈ ഒരു മനസ്സിന്റെ വേദന അതിനകത്ത് കിടക്കും. അപ്പൊ അതിന് ഒരു ഫ്രഷ് ബ്ലഡ്, ശുദ്ധമായ രക്തം ആ ഫുഡ് കഴിച്ചത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അതെല്ലാം തന്നെ പൊളിറ്റിക്കൽ വിൽ, രാഷ്ട്രീയമായിട്ട് വിചാരിച്ച് ചൈൽഡ് ലേബർ ആക്ട് കൊണ്ടുവന്നു. പിന്നെ പിള്ളേരെല്ലാം പഠിച്ചേ പറ്റൂ, പഠിക്കുന്നതിന് ബൂസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് കാശ് കിട്ടുന്നു, ഇങ്ങോട്ട് ഫുഡ് കിട്ടുന്നു, ഇങ്ങോട്ട് ഡ്രസ്സ് കിട്ടുന്നു, ഇങ്ങോട്ട് പഠനോ ഉപകരണങ്ങൾ കിട്ടുന്നു. ഇങ്ങനെ പല പല രീതിക്കുള്ള സംഗതികളാണ് നമുക്ക് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ള വീക്കർ സെക്ഷൻസിലുള്ള കുട്ടികളെ എന്നൊക്കെ പറയുന്നത് 25% ഈ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾസിൽ പോലും പ്രൈവറ്റ് സ്കൂൾസിൽ പോലും അതിനു വേണ്ടിയിട്ട് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി, SC ആകാം, ST ആകാം, ഹാൻഡിക്യാപ്ഡ് ആകാം, ബ്ലൈൻഡ് ആകാം, ഡെഫ് ആൻഡ് ഡെംബ് ആകാം, അവർക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരിക്കാൻ തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ ആക്ടിലെ മറ്റൊരു പ്രൊവിഷൻ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി നിങ്ങൾ ക്യാപിറ്റേഷൻ ഫീ വാങ്ങാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളെപ്പോഴും വളരെ കാര്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഏതാ, 1ാം ക്ലാസ്സിൽ പോകുമ്പം 1 to 100 ചൊല്ലി എഴുതിപ്പിച്ചു. ഇന്ന ABCD മാത്രമല്ല പല പല ഹാർഡ് വേർഡ്സും ഒക്കെ HM ഹെഡ് മാസ്റ്റർ ചോദിച്ചു. അതിൻ്റെ ബേസിൽ മാത്രമാണ് അവന് പിന്നെ അഡ്മിഷൻ കൊടുക്കുന്നത്. അവനത് പഠിച്ചില്ല, ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞില്ലെങ്കിൽ ചില പ്രൈവറ്റ് സ്കൂളുകാർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ പഠിച്ചുകൊണ്ട് വരൂ, പറയുന്നുണ്ടെങ്കിൽ എടുക്കും, അതല്ലെങ്കിൽ ഇല്ല. കൊല്ലത്തൊരു സ്കൂളുണ്ട്, സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നത് ശരിയല്ല. അഡ്മിഷൻ ആപ്ലിക്കേഷനകത്ത് ഷാർപ്പായിട്ട് എഴുതിയിട്ടുണ്ട് അച്ഛനും അമ്മയും ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ ഉള്ളൂ. അപ്പോഴും സ്റ്റേറ്റ് വിചാരിച്ചു അങ്ങനെ ഗ്രാജുവേറ്റ് അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ മാത്രം പഠിച്ചാൽ പോരാ, സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെയും മക്കളും പഠിക്കാനുള്ള അവസരം അവിടെ കൊടുക്കണം. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. പിന്നെ ഇനി വരുന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനാണ്, ഇപ്പം തന്നെ നമുക്ക് നമ്മളുടെ സംസ്ഥാനത്ത് കൂടുതലും അതിഥി തൊഴിലാളികളാണ്. ഈ അതിഥി തൊഴിലാളികൾ ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ വൈഫിനെയും പിള്ളേരെയും ഒക്കെ ഇവിടെ കൊണ്ടുവരുമ്പം പിള്ളേരുടെ ആധാറോ പിള്ളേരെന്ന് ജനിച്ചെന്നോ ഭാഷയുടെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിവരമില്ലായ്മ കൊണ്ടോ ഒക്കെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം പ്രൂഫ് ഓഫ് ഏജ് എന്തായിട്ട് എടുക്കും എന്ന് വെച്ചാൽ പല രീതിക്ക്, ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ റേഷൻ കാർഡിലോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അവനെന്ന് ജനിച്ചു എന്ന് പറയുന്ന അവസ്ഥയോ ഒക്കെ വെച്ചെടുത്ത് ഒരു പിന്നെ ഇത് കൊടുക്കാൻ, അഡ്മിഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായി? പ്രൂഫ് ഓഫ് ഏജ്. ഇപ്പൊ അവനെ കണ്ടിട്ട് കൺമതിപ്പ് അവനൊരു 10 വയസ്സാണ് തോന്നുന്നതെങ്കിൽ 5ാം ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ തന്നെ അഡ്മിഷൻ കൊടുക്കാൻ സ്കൂൾ അതോറിറ്റീസ് ബാധ്യസ്ഥരാണ്. പിന്നെ അതിലും ഉപരിയായിട്ട് പിന്നെയും വരുന്ന ഒരു സംഭവമുണ്ട്. ഈ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ പിന്നെ ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസ് അല്ലെങ്കിൽ ദുർബല വിഭാഗം
സമൂഹത്തിന്റെ ദുർബല വിഭാഗങ്ങൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചില കുട്ടികൾ സംസാരിക്കാൻ ബാക്കിലായിരിക്കും. അപ്പം സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കൊടുക്കാൻ അവിടെ കൊണ്ടുവന്ന് അതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിന്റെയും മറ്റു സംഗതികളുടെയും ഓരോ ഇതിലും ഇപ്പൊ ഈ വീൽ ചെയറിൽ പണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ മനസ്സിനെ ഷോക്ക് ചെയ്ത ഏറ്റവും വലിയൊരു സംഭവമാണ് അത്. നിങ്ങളുടെ അടുക്ക് ഞാനത് ബാക്കി എല്ലാം എനിക്ക് റിവീൽ ചെയ്യാൻ ഒക്കത്തില്ല എങ്കിൽ കൂടിയും എൻ്റെ ഫ്രണ്ടിൽ വന്ന ഒരു ഇതാണ്. പയ്യൻ CBSE പിന്നെ 10th എക്സാം എഴുതുവാണ്. അപ്പം അറിയാമല്ലോ 10th എക്സാം എഴുതുമ്പം വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ പിന്നെ ആയിരിക്കത്തില്ല ചിലപ്പം സെൻറ്റർ കിട്ടുന്നത്. അവിടെ പോയി പരീക്ഷ എഴുതണം. പ്രത്യേകിച്ചും CBSE ആകുമ്പം വേറെ സ്കൂള്. അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ ഒരു റിക്വസ്റ്റ് വന്നതെന്ന് പറയുന്നത് ഈ കോവിഡ് കാലത്തിന് ശേഷം ഈ പയ്യന് നെർവസ് വീക്കുണ്ട്. നെർവസ് വീക്കും പടിയും ഒക്കെ ഇറങ്ങാനും കയറാനും ഒക്കെ വളരെ പാടും. പിന്നെ ഇതിലാണ് വീൽ ചെയറിൽ മൂവ് ചെയ്യുന്ന പയ്യനുമാണ് വീൽ ചെയർ. അപ്പം വേറൊരു സ്കൂളാവുമ്പം അവൻ പെട്ടെന്ന് ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പം ഈ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ബാഗാണ് അന്ന് ഉപയോഗിക്കുന്നത്. കോവിഡ് സിറ്റുവേഷൻ്റെ അനന്തരഫലമാണ് അവന് വന്ന എന്തോ ഒരു ഹെൽത്ത് കണ്ടീഷൻ. അപ്പൊ ഈ യൂറിൻ ബാഗ് ഇട്ടുകൊണ്ട് വേറൊരു സ്കൂളിൽ പോയിരുന്ന പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ വേറെ സർക്കംസ്റ്റാൻസസും പടിയോ ലിഫ്റ്റോ ബാക്കിയോ ഒന്നും ഇവന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്ന് എക്സാം എഴുതുമ്പോൾ ഇവന്റെ മനോവീര്യം കെടും. അതുകൊണ്ട് സ്വന്തം സ്കൂള് തന്നെ ഇവന് ഒരു സെൻട്രാക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു പേരന്റിന്റെ ഒരു റിക്വസ്റ്റ് വന്നിരുന്നു. അതേപോലെ പല പല ഇൻസ്റ്റൻസസ് വരാറുണ്ട്. അതിനെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് തൊട്ടടുത്ത് വീട്ടിനടുത്തുള്ള ഇന്ന സ്കൂളുകളിലല്ലോ ഇത്ര കിലോമീറ്ററിനകത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമോ, അല്ലെങ്കിൽ ഇവനിപ്പം സ്പെഷ്യൽ ചൈൽഡ് ആണ്, ഇവൻ ഇന്ന ഡിഫക്റ്റ് ഉണ്ട്, അപ്പം നേരത്തെ തന്നെ DPIയിൽ ഒരു പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ അതിനുള്ള ഇത് കൊടുക്കുകയാണ്. എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ സ്ക്രൈബിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി സ്ക്രൈബിൻ്റെ ഹെൽപ്പ്, അങ്ങനെ പല പല സംഗതികളും പ്രൊവൈഡ് ചെയ്യാനുള്ള പല റൂൾസും പല സാമൂഹ്യമായിട്ട് ഉയർന്ന ചിന്താഗതിയിൽ നിൽക്കുന്ന പല പല സംഗതികളും ഉള്ള ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലെ ഏറ്റവും വളരെ പ്രിസ്റ്റൈൻ പ്രൊവിഷൻ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പണിഷ്മെന്റോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഹറാസ്മെന്റോ ഒരു സ്കൂളിലും ഒരു ടീച്ചേഴ്സും ഒരു കുട്ടികളോടും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സാധാരണ ഇപ്പോഴെല്ലാവരും പണ്ടോട്ടായി ഞാൻ വീട്ടിൽ കേട്ട് വളർന്ന ഒരു സംഭവമുണ്ട്, അടിയാതെ പിള്ള പടിയാതെ പോകും, അടിയാതെ പിള്ള പടിയാതെ പോകും. പക്ഷെ അന്നെല്ലാം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഓ ഈ അമ്മയുടെ അടി കൊണ്ട് മടുത്തു എന്നുള്ള ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഇങ്ങനെ റൈറ്റ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ബാക്കി അന്ന് ഈ റൈറ്റ്സ് വന്നിട്ടില്ല. എൻ്റെ കുട്ടിക്കാലത്ത് അതൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാല് ഒരു കുട്ടിയെ അടിച്ചു പഠിപ്പിക്കേണ്ട കഥയില്ല, അതിന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും എന്നിരിക്കെ എന്തിനാണ് ഈ അടി എന്നുള്ളത് പലപ്പോഴും ചില പിന്നെ അധ്യാപകരുടെ വികാര വിക്ഷോഭങ്ങൾക്ക് പാത്രമായി പോകുന്ന കുട്ടികളുടെ സ്ഥിതി പ്രോബ്ലമാണ് എന്ന് പലപ്പോഴും ഇൻസ്റ്റൻസസ് എക്സാമ്പിൾസ് ഉദാഹരണങ്ങൾ തെളിയിക്കുന്നതിനാൽ പിന്നെ സെക്ഷൻ 17 വകുപ്പ് 17 ഈ ആക്ടിലെ വകുപ്പ് 17 വെച്ചിട്ട് പിന്നെ ശാരീരികമായിട്ട് അടിക്കുകയോ പണിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അധ്യാപകരെ പണിഷ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് അത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ? നമ്മളെല്ലാവരും ഇപ്പോഴും എന്നും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ടിഞ്ച് ഓഫ് ഒരു ഇച്ചിരിയെങ്കിലും പണിഷ്മെന്റിന്റെ ശിക്ഷയുടെ ഒരു ടിഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ പിള്ളേർ പഠിച്ചു പോകത്തുള്ളൂ. ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ പഠിച്ചു പോയത് എന്നൊക്കെ എല്ലാവരും വിചാരിക്കും. പക്ഷേ അതിന് കൗണ്ടറായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആര് സ്കൂളിൽ പോയാലും ഏത് സ്കൂളിലായാലും നമുക്കൊരു ബെസ്റ്റ് ടീച്ചർ ഉണ്ടായിരിക്കും. ആർക്കെടുത്ത് നോക്കിയാലും കാണാം ഒരു ബെസ്റ്റ് ടീച്ചർ. ആ ടീച്ചറിന്റെ സബ്ജക്റ്റിൽ ഒരമ്മയോ ഒരച്ഛനോ ആരോ തന്നെ ഉദ്ധരണിക്കാതെ തന്നെ ഇരുന്ന് പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് ആ ടീച്ചറിന്റെ സബ്ജക്റ്റിന് കിട്ടും. അതേപോലെ ഒരു ഉൾക്കാഴ്ച കുട്ടികളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരു ടീച്ചറും പന്നലല്ല
എല്ലാ ടീച്ചേഴ്സും പിന്നെ ഇങ്ങനെ പണിഷ്മെന്റോ ബാക്കിയോ ഒന്നും കൊടുക്കാതെ സ്നേഹത്തോടുകൂടി ഒരു കുട്ടിയെ വളർത്തുമ്പം, കുട്ടിയെ പിടിച്ച് അടുത്തിരുത്തി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് കറസ്പോണ്ടിങ് ഡ്യൂട്ടി ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ടീച്ചർ അടിക്കാതിരിക്കുന്നത് എന്തിനാണ്? ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർ അടിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മെന്റൽ എബിലിറ്റി അവിടെ പെരിലാണ്, എൻ്റെ മെന്റൽ എബിലിറ്റി അവിടെ കുറഞ്ഞു പോകും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കൊണ്ടുവന്നിട്ടാണ് നാഷണൽ നിയമത്തിൽ പാർലമെന്റ് തന്നെ ഈ ശാരീരികമായി യാതൊരു വിധമായ ബുദ്ധിമുട്ടും അതിനകത്ത് വരരുത് എന്നുള്ളത് കൊണ്ടാണ് കോർപ്പോറിയൽ പണിഷ്മെന്റ് മൊത്തം എടുത്തു കളഞ്ഞത്. പിന്നെ ശാരീരികമായി ഒരു പിന്നെ ശിക്ഷാ നടപടി എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് പിന്നെ മാനസികമായിട്ടുള്ള ഹറാസ്മെന്റും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ തലച്ചോറ് വികസിക്കുന്ന അത്രയും നാളും കുട്ടികൾ പണ്ട്, വളരെ പണ്ട് അല്ല ഇപ്പോഴും വരുന്നുണ്ട്, വേദത്തിലും ബാക്കിയിലോ ഒരു ചൊല്ലുണ്ട്, 5 വയസ്സ് വരെ രാജാവായിട്ട് വളർത്തണം, കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ സ്നേഹിതനായിട്ട് കാണണം കുട്ടിയെ എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിന്റെ ഭാഗം തന്നെയാണ് അത് എഡ്യൂക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവെക്കുന്നതാണ് കോർപ്പോറിയൽ പണിഷ്മെന്റിന്റെ കഥ. അവിടെ ഇല്ല. കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകും എന്നിരിക്കെ ഓരോ കുട്ടിക്കും ഒരു പിന്നെ ആപ്റ്റ്, ഒരു എന്തുവാണ് ആപ്റ്റ് എന്നല്ല അതിന് ശരിക്കും പറയണ്ട, മാതൃകാ ടീച്ചറുണ്ട്. ആ ടീച്ചറിന്റെ സബ്ജക്റ്റിന് അത്രയും മാർക്കും ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എല്ലാ ടീച്ചേഴ്സിനെയും അങ്ങനെ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ശാരീരികമായ ശിക്ഷാവിധി ഈ ആക്ട് എടുത്തു കളഞ്ഞത്. ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം, വടി എന്ന് പറയുന്ന സംഭവം എവിടെയും ഇത് ചെയ്തിരിക്കുകയാണ്, ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം കുട്ടിക്ക് അതൊരു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടി കിട്ടുമ്പം തന്നെ അതൊരു ഡിമിനിഷിങ് പേഴ്സണാലിറ്റിയാണ് ആയിട്ട് മാറരുത് എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ മെന്റൽ ഹറാസ്മെന്റും കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒത്തിരിയും നന്നായിട്ട് കഴിഞ്ഞ ഒരു 3, 4, 5 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു വീഡിയോ ഉണ്ട്. ഒരു കൊച്ചു പയ്യൻ, അവൻ എന്നും ക്ലാസ്സിൽ താമസിച്ചു വരും. ക്ലാസ് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവൻ വന്ന് കയറുമ്പം ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്കും കൊണ്ടാണ് ഇവൻ കയറിയിരിക്കുന്നത്. അവനൊന്നും പറയത്തില്ല, മുഖം മാടിയിരിക്കാറുണ്ട്, പക്ഷെ ഒന്നും പറയാറില്ല. എന്നോ ഒരു ദിവസം ടീച്ചർ കണ്ടു ഇവന്റെ അച്ഛൻ ഒരു ഹാൻഡിക്യാപ്ഡ് എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷന്റെയോ മറ്റ് സംഗതികളുടെയോ ഒക്കെ പാർട്ടായിട്ട് ഒരു വീൽ ചെയറിനകത്ത് ഒരു കെയർ ഹോമിൽ ഈ അച്ഛനെ കൊണ്ടുപോയി ഇരുത്തിയതിന് ശേഷം ഇവൻ വരുന്നോണ്ടാണ് ഇവൻ താമസിച്ചത്. ഇത് ടീച്ചർ കണ്ടതിന് ശേഷം അടുത്ത ദിവസം അവൻ വന്നപ്പം ടീച്ചർ മാറോടണച്ചുകൊണ്ട് വളരെ വലിയ ഒരു വെൽക്കം കൊടുക്കുന്ന ഒരു സീൻ, അതൊരു യൂട്യൂബിൽ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. എത്രത്തോളം അതിന് പിന്നെ റീച്ച് കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അത് അറിയേണ്ടതാണ്. കാരണം മൂല്യം പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അതേപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും ഈ കോർപ്പോറിയൽ പണിഷ്മെന്റ് ബാൻ ചെയ്തുകൊണ്ട് ബാർ ഓഫ് കോർപ്പോറിയൽ പണിഷ്മെന്റ് സെക്ഷൻ 17 എടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മെന്റൽ ഹറാസ്മെന്റ് പാടില്ല. എല്ലാവർക്കും പല പല രീതിക്കുള്ള കഴിവുകളാണ്. ഒരാൾ മാത്സിൽ വീക്ക് ആണെങ്കിൽ അയാൾ ഭാഷയിൽ വലുതായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സബ്ജക്ട്സിൽ വലുതായിരിക്കും. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ഉള്ളൂ എന്നുള്ളതാണ്. പ്രൈവറ്റ് സ്കൂള് തുടങ്ങണമെങ്കിൽ ഇത് പ്രൈവറ്റ് സ്കൂൾസിനും ഞാൻ നേരത്തെ പറഞ്ഞു 25% വീക്കർ സെക്ഷന് വേണ്ടി സീറ്റ് റിസർവ് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്തുള്ള സ്കൂളുകളിൽ അങ്ങനെ കൊണ്ടുപോയി ചെയ്തേ പറ്റൂ എന്നുള്ള ഒരവസ്ഥ. അത് ഒരു പ്രൈവറ്റ് സ്കൂൾ തുടങ്ങണം എന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നിഷൻ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ അങ്ങനെ തുടങ്ങാനൊക്കൂ. അങ്ങനെ തുടങ്ങാൻ സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നിഷൻ കിട്ടണമെങ്കിൽ ഗവൺമെന്റ് പറയും 25% റിസർവേഷൻ ഇന്ന പിന്നെ ദുർബലരായ വിഭാഗങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ക്രിസ്ത്യൻ പ്രൊവിഷനും അതും കുട്ടിയെ സ്നേഹിക്കുന്ന ഒരു പ്രൊവിഷനാണ്. കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് അതേതാണ്? ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശത്തിന്മേലുള്ള ഉടമ്പടിയിൽ വരെ വെച്ചിരിക്കുന്ന സംഭവമാണ് കുട്ടിയുടെ ഉത്തമ ബെസ്റ്റ് ഇൻട്രസ്റ്റ്, കുട്ടിയുടെ ഏറ്റവും നല്ല അവസ്ഥ,
ഏറ്റവും നല്ലത് കുട്ടിക്ക് ഏതാണ് എന്നുള്ളത്. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്ന സംഭവമാണ് അത്. ആ കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രൈവറ്റ് സ്കൂൾ തുടങ്ങണമെങ്കിലും സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നിഷൻ അവിടെ പിന്നെ മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്. അതും ഒരു നല്ല പ്രൊവിഷനാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിനകത്തുള്ളത്. പിന്നെ സ്കൂളിന് കുറച്ചധികം നോംസും സ്റ്റാൻഡേർഡ്സും ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. സ്കൂളിൽ ഒരു ക്ലാസ് റൂം ഇങ്ങനെ ആയിരിക്കണം, ഇത്ര വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, സ്കൂൾ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള പല പല സംഗതികളും ഈ ആക്ടിനകത്തുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും PTA കമ്മിറ്റിയും, PTA മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നില്ലേ, പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, ഇനി എന്തെല്ലാം അവസ്ഥയിൽ ഇവിടെ നന്മ ചില സ്കൂളുകളിൽ വെറും ഗവൺമെന്റിന്റെ ഇതിൽ നടക്കുന്നെങ്കിൽ പോലും നല്ല സൂപ്പർ ബസ്സുമായിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതൊക്കെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും PTA കമ്മിറ്റിയുടെയും സംഭാവനയാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള പേരൻസും ലോക്കൽ അതോറിറ്റീസ്, ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഒക്കെ നടന്ന് സ്കൂളിനെ ഞങ്ങളുടെ നാട്ടിലെ ഇന്ന സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അഭിമാനത്തിന്റെ ഭാഗമാണ്, അതങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിക്ക് പല പല സംഭവങ്ങളും, 1 2 3 4 ഒന്നും അല്ല, പല സംഭവങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് എഡ്യൂക്കേഷൻ ആക്ടിനകത്ത് ഷാർപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി. ഇപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഈ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ചെന്ന് പറയുകയോ, അല്ലെങ്കിൽ HMനെ കണ്ട് പറഞ്ഞിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ HMനെ 2-3 പ്രാവശ്യം പോയിട്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റ് സംഗതികളിൽ വരുവാണെങ്കിൽ ഈ പേരൻസ് നന്മ മരങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ നന്മ മരങ്ങൾ വളരെ നന്മ അവിടെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോ സ്കൂളിനും, ഓരോ ഗവൺമെന്റ് സ്കൂളിനും, ഓരോ സർക്കാർ സ്കൂളിനും സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ട്. സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് കൗൺസിലർ എപ്പോഴും ഓരോ ഗവൺമെന്റ് സ്കൂളിലും സൈക്കോളജിസ്റ്റുകൾ കാണണം എന്ന പ്രൊവിഷനുണ്ട് റൂൾസിനകത്ത്. ആ റൂൾസും പ്രകാരം സൈക്കോളജിസ്റ്റ് ഇരുന്നിട്ട് ഇന്ന ക്ലാസ്സിന് ഇന്ന ഡെവലപ്മെന്റ് നമ്മൾ ചെയ്തു വെക്കുന്നു, ഇത്ര സ്റ്റുഡൻസ് അതിനകത്ത് ശാസ്ത്ര ക്വിസിന് പോകുന്നു, ഇത്ര പേര് മാത്സിന്റെ ക്വിസിന് പോകുന്നു, അങ്ങനെയൊക്കെ പല പല ഡെവലപ്മെന്റ് ഉള്ള അല്ലെങ്കിൽ കഴിവുള്ള പിള്ളേരെ കണ്ടെത്തി ഓരോ മേഖല തിരിച്ച് വിട്ട് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് ആ മേഖലയിൽ, ഇപ്പം ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ അങ്ങനെ, PT ആണെങ്കിൽ അങ്ങനെ പല പല തത്തിക്കും ഈ സ്കൂളിന്റെ പേര് എവിടം വരെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും എന്നുള്ളതിനും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന, അവിടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും PTA കമ്മിറ്റിയും എല്ലാം കൂടെ കൈകോർത്ത് പിടിച്ച് ഒരു സംഭവം അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം വൺ സ്ട്രക്ചറായിട്ട് പോവുകയാണ്. ഇത്രയും ഫൈനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സെൻട്രൽ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ അതിശയമായിട്ടുള്ള ഒരു സംഭവമാണ്. അത്ര കണ്ട് നല്ല വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് ചെയ്യുന്ന ജോലികളാണ് ഇത്രയും. നല്ല പൗരന്മാരെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അതിനകത്ത് വരുന്നത്. സോഷ്യൽ, കൾച്ചറൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് വരുമ്പോൾ ഓരോരുത്തരും കൂടെ കൊണ്ട് നടക്കേണ്ട കുറച്ചധികം മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂളിലെ പല പല സംഗതികളും കൊണ്ടുപോകുന്നത്. പ്രവേശനോത്സവം ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രവേശനോത്സവം ഉണ്ടായിട്ടില്ല. ഇപ്പം മിഠായിയും കൊടുത്ത് ക്രിസ്മസ് പപ്പായും അല്ലെങ്കിൽ അതേപോലുള്ള ജയന്റ് ആൾക്കാരെയൊക്കെ നിർത്തി കൈ കൊടുത്ത് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. അത്രയും കുട്ടികളുടെ റൈറ്റ്സിനെ കുറിച്ച് ബോധർ ചെയ്യുന്ന ഒരു സൊസൈറ്റി നമുക്കുണ്ട് എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ കാര്യമാണ്. പണ്ട് കാരണവന്മാരുടെ മുന്നിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരിക്കലും ഇരിക്കാൻ പറ്റിയിട്ട് പോലുമില്ല. നമ്മുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ പറയാൻ പറ്റിയിട്ടില്ല, ടീച്ചേഴ്സിനോട് പോലും പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും പല പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. എൻ്റെ സ്കൂള് ഞാൻ പഠിച്ചത് പുനലൂർ സെന്റ് ഗ്രേറ്റി എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്.
അപ്പൊ അന്ന് അമ്മയോടോ അച്ഛനോടോ സീറ്റ് 17 എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, എൻ്റെ കോണ്ടംപററി ആയിട്ടുള്ള ഒരു സ്റ്റുഡൻസിനും അത്രയും ധൈര്യമില്ല. അമ്മയോട് എന്ന് സീറ്റ് 17 എന്താണ് എന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ല. അല്ലെങ്കിൽ അച്ഛനോട് അത്രയും ഓപ്പൺ അല്ല അച്ഛനോട്. അപ്പം ഞങ്ങളുടെ ഹിന്ദി ടീച്ചറിനോടാണ് ചോദിക്കുന്നത്, ടീച്ചറെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വായിച്ചു വരുന്നു, ഇത് എന്തുവാണ് ഈ സീറ്റ് 17? ടീച്ചർ കാര്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ അന്ന് കുഞ്ഞിലേ ഇട്ട ബേസുകളാണ് എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ബോഡി നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ബേസ് എല്ലാം പണ്ടത്തെ കാലത്തും ഇപ്പോഴും എപ്പോഴും ടീച്ചേഴ്സിന് നല്ലൊരു റോള് ആക്ട് പ്രകാരം അല്ലെങ്കിൽ റൂൾസ് പ്രകാരം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. പിള്ളേർക്ക് പിന്നെ മൊബൈലും മറ്റു സംഗതികളും ഒക്കെ ഉള്ളതുകൊണ്ട് സീറ്റ് 17 ബാക്കിയൊന്നും നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കഥയില്ല. പക്ഷെ പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ പറഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കുക തന്നെ വേണം. കാരണം എന്നാലേ അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് ഈ കൊച്ചു ബ്രെയിനിൽ എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ ബേസ് ഇല്ലാത്ത ആൾക്കാര് വളരെ വല്ലാത്ത രീതിക്ക് പെരുമാറുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും പല കേസുകളിലും മറ്റു സംഗതികളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ കാര്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഭവങ്ങൾ. അതേപോലെ തന്നെയാണ് പിന്നെ പലപ്പോഴും പിന്നെ പല കംപ്ലൈൻസും വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സിനെ പെട്ടെന്ന് മാറ്റുമ്പോൾ പേരൻസ് മൂടോടുകൂടി എന്ന് വെച്ചാൽ മാസമായിട്ടാണ് പേരൻസ് ഓടിക്കൊണ്ടുവരുന്നത്. അയ്യോ എൻ്റെ മകനെ, എൻ്റെ ഈ സ്പെഷ്യൽ ചൈൽഡിനെ ഇവിടം വരെ ഉയർത്തി വന്ന ഈ ടീച്ചറിനാണോ ട്രാൻസ്ഫർ? പറ്റൂല, ടീച്ചറിനെ ഞങ്ങൾക്ക് തന്നെ വേണം. എന്തുകൊണ്ടാണ്? അതിനും പ്രൊവിഷൻ ഇവിടെ കിടക്കുവാണ്. ഒരു സ്കൂളിലെ 10% കുറഞ്ഞുള്ള പിന്നെ വേക്കൻസീസ് മാത്രമേ അൺഫിൽഡ് ആയിട്ട് വെക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം ഫില്ലായിട്ട് തന്നെ വെച്ചിരിക്കണം. ഇങ്ങനെയുള്ള പല പല സംഗതികളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇത് വാസ്തവത്തിൽ ഒരു എന്തുവാണ്, ഒരു മധുര നെല്ലിക്ക അല്ലെങ്കിൽ ഒരു മിഠായി, ഒരു കാഡ്ബറീസ് തിന്നുന്ന രീതിക്ക് ഇത് കുട്ടികളെ വിളിച്ചിരുത്തി പഠിപ്പിക്കേണ്ടതാണ്. പേരൻസ് ഇത് എൻലൈറ്റൻ ആവുകയാണെങ്കിൽ മാത്രമേ മറ്റൊരു സംഭവത്തിൽ കുട്ടികളെ ഇതെല്ലാം ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന ആക്റ്റിൽ ഇന്ന പ്രൊവിഷൻ ഉണ്ട്, അതുകൊണ്ട് മോൻ പണ്ട് തൊട പൊട്ടി ടീച്ചർ അടിച്ച് തൊട പൊട്ടുന്ന പിള്ളേർ വരെ ഉണ്ട്, ഇപ്പോഴതില്ല, ഇത് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ഉള്ള പ്രിസ്റ്റൈൻ പോർഷൻസിന്റെ ഭാഗമാണ്. ഞാൻ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ തന്നത്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ആൻസർ ചെയ്യാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റിയോ? അഭിപ്രായം ആരും ഒന്നും പറഞ്ഞില്ല. എങ്ങനെയുണ്ട് ക്ലാസ്? ഈ രീതിക്ക് തന്നെ മതിയോ അതോ ഇനി ഫർദർ സെക്ഷൻ ഇതിൽ വെക്കണോ എന്നുള്ളതൊന്ന് പറഞ്ഞാല് ഞാൻ സാറ്റിസ്ഫൈഡ് ആയേനെ. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വേദി എനിക്ക് തന്ന വിംബിൾ അക്കാഡമിക്ക് 100 നന്ദി. ഞാൻ ഇനിയും ഇതേപോലെ എൻലൈറ്റ്മെന്റ് ക്ലാസ് എടുക്കാൻ തയ്യാറാണ്. ഇപ്പം നമ്മുടെ പേരൻസിന് ഒരു കൈ സഹായം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് കുട്ടികൾക്കും. അതുകൊണ്ട് ഏത് സബ്ജക്ട്സ് വേണമെങ്കിലും പറഞ്ഞാലും ഡൗട്ട് ചോദിച്ചാലും ഒക്കെ പറഞ്ഞു തരാം. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഈ പുതിയ മാറ്റങ്ങളൊക്കെ നമ്മ പാരന്റ്സ് തന്നെ അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പൊ നമ്മളെ കുട്ടിക്കാലത്തെ പോലത്തെ നിയമങ്ങളല്ലല്ലോ ഇപ്പൊ ഈ ശിക്ഷാരീതികൾ മാറ്റിയതും. അവരോട് എത്രയും സൗഹൃദപരമായിട്ടാണ് ഇപ്പൊ അപ്രോച്ച് ചെയ്യണമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ. കുറ്റപ്പെടുത്തൽ മാത്രം പോരാന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാവുന്നു. താങ്ക് യു. കുട്ടികളെപ്പോഴും രാഷ്ട്രത്തിന്റെ കുട്ടികളാണ്. അവരെ രത്നങ്ങളെ പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് എന്നൊക്കെ തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. താങ്ക് യു മാം. നമുക്ക് ഇന്നത്തത് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ആൾ. ഇന്നത്തെ സെക്ഷൻ ഇവിടെ സമാപിക്കുകയാണ്. സെഷൻ ലീഡ് ചെയ്ത മിനി മാമിന് സന്തോഷം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലുള്ള വെബിനാർസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും പങ്കെടുക്കുക. താങ്ക് യു. താങ്ക് യു ആൾ വൺസ് അഗെയിൻ.